റഷ്യയും യുക്രൈനും തമ്മിലുള്ള 4 വർഷം നീണ്ട യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി യുക്രൈനിൽ റഷ്യയുടെ വൻ വ്യോമാക്രമണം. ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കില്ല എന്ന വാഗ്ദാനം റഷ്യ ലംഘിച്ചതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ചൊവ്വാഴ്ച ആരോപിച്ചു. 100 കണക്കിന് ഡ്രോണുകളും 32 ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റു. അതിശൈത്യം തുടരുന്നതിനിടയിൽ ജനങ്ങൾക്ക് വൈദ്യുതിയും ചൂടും വെള്ളവും നിഷേധിക്കാനുള്ള മോസ്കോയുടെ നിരന്തരമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ആക്രമണമെന്ന് യുക്രൈൻ പറഞ്ഞു. കീവിൽ താപനില -20°C താഴ്ന്ന രാത്രിയിലാണ് റഷ്യ ഈ ക്രൂരത കാട്ടിയത്. നയതന്ത്രത്തെക്കാൾ റഷ്യ പ്രാധാന്യം നൽകുന്നത് അതിശൈത്യത്തിന്റെ ഈ നാളുകളിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്നതിനാണ്, സെലൻസ്കി പറഞ്ഞു. യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ച് കീവ് സന്ദർശിച്ച നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ചർച്ചകളുടെ തലേന്ന് നടന്ന ഈ ആക്രമണം റഷ്യയുടെ ഉദ്ദേശങ്ങളിൽ സംശയം ജനിപ്പിക്കുന്നു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥന പ്രകാരം ഫെബ്രുവരി 1 വരെ കീവിന് നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ പുടിൻ സമ്മതിച്ചതായിരുന്നു കഴിഞ്ഞ ആഴ്ച അറിയിച്ചിരുന്നത്. എന്നാൽ ശൈത്യം കൂടുന്നതിനൊപ്പം റഷ്യ ആക്രമണങ്ങളും തുടരുകയാണ്. ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് വാഗ്ദാനം ലംഘിക്കപ്പെട്ടതായും ഇതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും സെലൻസ്കി മുന്നറിയിപ്പ് നൽകി. എന്നാൽ പുടിൻ തന്റെ വാക്ക് പാലിച്ചുവെന്നും ഒരാഴ്ചത്തെ വെടിനിർത്തൽ വലിയ കാര്യമാണെന്നുമാണ് ട്രംപിന്റെ പ്രതികരണം. യുക്രൈൻ ഉദ്യോഗസ്ഥരുടെ കണക്കനുസരിച്ച് 5 മേഖലയിലായി 450 ദീർഘദൂര ഡ്രോണുകളും 70 മിസൈലുകളുമാണ് റഷ്യ പ്രയോഗിച്ചത്. വൈദ്യുതി വിതരണ ശൃംഖലയും ട്രാൻസ്ഫോമറുകളെയും തകർത്ത് ജനജീവിതം ദുസ്സഹമാക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം. യുക്രൈനിലെ ഏറ്റവും വലിയ സ്വകാര്യ ഊർജ്ജ കമ്പനിയായ DTEK ഒക്ടോബറിന് ശേഷമുള്ള 9ാമത്തെ പ്രധാന ആക്രമണമാണിതെന്ന് വ്യക്തമാക്കി. സമാധാന ശ്രമങ്ങൾ നീണ്ടു പോകുമ്പോഴും യുക്രൈന് ആവശ്യമായ പിന്തുണ നൽകാൻ നാറ്റോ രാജ്യങ്ങൾ തയ്യാറാണെന്ന് മാർക്ക് റൂട്ടെ യുക്രൈൻ പാർലമെന്റിൽ പറഞ്ഞു. കഴിഞ്ഞ വേനൽക്കാലം മുതൽ യുക്രൈൻ ഉപയോഗിക്കുന്ന മിസൈലുകളിൽ 75% വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ 90% നാറ്റോ അംഗങ്ങൾ നൽകിയതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നാറ്റോ യുക്രൈനൊപ്പമുണ്ട്, വരും വർഷങ്ങളിലും അത് തുടരും. നിങ്ങളുടെ സുരക്ഷ ഞങ്ങളുടെ സുരക്ഷയാണ്, റൂട്ടെ പറഞ്ഞു. ആക്രമണത്തെ തുടർന്ന് കീവിലെ പല ഭാഗങ്ങളിലും ജനവാസ കെട്ടിടങ്ങളും കിൻഡർ ഗാർഡനുകളും തീപിടിച്ചു. നഗരത്തിലെ 1170 അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങളിൽ താപീകരണ സംവിധാനം നിലച്ചതായി മേയർ വിറ്റാലി കിറ്റ്സ്കോ അറിയിച്ചു. ഖാർക്കീവ്, ഒഡീസ മേഖലയിലും റഷ്യ മിസൈലുകൾ വർഷിച്ചു. 2ാം ലോക മഹായുദ്ധത്തിൽ അധിനിവേശത്തിനെതിരെ നടന്ന പോരാട്ടത്തിന്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന നാഷണൽ മ്യൂസിയം ഓഫ് ഹിസ്റ്ററിയുടെ ഹാൾ ഓഫ് ഫെമീനിയും ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. സമാധാന ചർച്ചകൾ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ അബുദാബിയിൽ നടക്കാനിരിക്കുകയാണ് ഈ സംഘർഷം നടന്നിരിക്കുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള വർഷങ്ങളായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഫലപ്രദമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന കരാർ ഫലപ്രദമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പുടിനും സെലൻസ്കിയും തമ്മിലുള്ള വെറുപ്പാണ് ചെറിയ രീതിയിലെങ്കിലും പ്രയാസം സൃഷ്ടിക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കി. 2 രാജ്യങ്ങളെയും പ്രസിഡന്റുമാർ പരസ്പരം വെറുക്കുന്നത് സമാധാന കരാർ ശക്തിപ്പെടുത്തുന്നതിൽ പ്രയാസം സൃഷ്ടിക്കുകയാണ്. എങ്കിലും ആ കരാറിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ട്രംപ് കൂട്ടിച്ചേർത്തു. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം വന്നത്. വരാനിരിക്കുന്ന ശൈത്യകാല സാഹചര്യങ്ങളെ പരിഗണിച്ച് യുക്രൈനുമായി താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന്റെ സാധ്യതകളെക്കുറിച്ചും ട്രംപ് കൂടിക്കാഴ്ചയിൽ പുടിനുമായി സംസാരിച്ചിരുന്നു. ഒരാഴ്ച കീവിലും മറ്റു പ്രദേശങ്ങളിലും ആക്രമണം വേണ്ട എന്ന് പ്രസിഡന്റ് പുടിനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിന് സമ്മതം മൂളുകയും ചെയ്തു. കഠിനമായ ശൈത്യം മുൻനിർത്തി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപിന്റെ അഭ്യർത്ഥന സ്വീകരിച്ചതായി ഒരാഴ്ചത്തേക്ക് വ്യോമാക്രമണങ്ങൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചതായും റഷ്യ അറിയിച്ചിരുന്നു. എന്നാൽ രാജ്യം കൊടും തണുപ്പിലേക്ക് വീണ്ടും പോകുന്നുവെങ്കിലും വെടിനിർത്തൽ അംഗീകരിക്കുന്നില്ല എന്ന് റഷ്യൻ ആക്രമണങ്ങൾ തിരിച്ചടി ഉണ്ടാകുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും പ്രതികരിച്ചിരുന്നു. അതിന് സമാനമായ സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.